അപ്പോൾ സഭയ്ക്ക് ചരിത്രത്തിൽ ധാരാളം പിഴവുകൾ പറ്റിയിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും പറ്റിയിട്ടുണ്ട്. അതിലെ ഒരു ഉദാഹരണമാണ് ഞാൻ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്. നാസി ഭരണകൂടവുമായിട്ട് 1933-32 ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. 33 ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഒരു കോൺകോർഡാത്ത് എന്ന് പറയും. ഈ എഗ്രിമെൻ്റ് പ്രകാരം സഭയെയും സഭാ സ്ഥാപനങ്ങളെയും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള രീതിയിലൊരു എഗ്രിമെൻ്റാണ്. പയസ് 12 മാർപ്പാപ്പയാണ് അതിൽ ആ എഗ്രിമെൻറ്റിന് സൈൻ ചെയ്തത്. അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കി 5-ാം ദിവസം തന്നെ ഹിറ്റ്ലർ ഇതെല്ലാം തെറ്റിച്ചു. ഹിറ്റ്ലറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു അജണ്ടയുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട. അദ്ദേഹത്തിൻ്റെ അജണ്ട അനുസരിച്ച് എല്ലാവരും തങ്ങളുടെ കീഴിൽ വന്നം, എല്ലാവരെയും അദ്ദേഹം ഞെരിച്ചമർത്തി. ആദ്യം ജ്യൂസ്, സ്ലാവ് വംശജർ, കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെ ക്രിസ്ത്യൻസ്, കാത്തലിക്സ്, എല്ലാവരെയും, പ്രൊട്ടസ്റ്റൻറ്റുകാരും അന്ന് ഹിറ്റ്ലറിനെ അനുകൂലിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പയസ് 12 തോന്നി ഇത് വലിയ അബദ്ധമാണ്. അദ്ദേഹം അന്ന് പൂർണ്ണ മനസ്സോടെ ഒന്നും ചെയ്തതല്ല, ഈ ഹിറ്റ്ലർ ഉപദ്രവിക്കരുത് എന്ന് പ്രതീക്ഷിച്ചാണ് അന്ന് ചെയ്തത്. അന്നത്തെ ഇതുപോലെ തന്നെ അന്ന് അവിടെയുള്ള സഭാ നേതൃത്വത്തിലും കുറേ ആളുകൾ ഹിറ്റ്ലറിൻ്റെ എന്തായി മാറി, ആരാധകരായിട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ഇതിനോട് താല്പര്യമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് സഭ പല രീതിയിലും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. പല വൈദികരും കൊല്ലപ്പെടുന്നുണ്ട്, ബിഷപ്പുമാർ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങോട്ടേക്ക് പിന്നെ ഒരു ഇടയലേഖനം പയസ് 12 തന്നെ അയക്കുന്നുണ്ട്. അത് ജർമ്മൻ ഭാഷയിലാണ് അദ്ദേഹം അയക്കുന്നത്. സാധാരണ ലത്തീൻ ഭാഷയിലാണ് അന്ന് ഇടയലേഖനങ്ങൾ ഇറക്കുന്നത്. പക്ഷേ അന്ന് ഈ പയസ് 12 മാർപ്പാപ്പ ഇതുപോലെ, അതായത് ജർമ്മൻ ഭാഷയിൽ അങ്ങോട്ടേക്ക് ഒളിച്ചു കടത്തുകയും അവിടെ കുറേ പേരൊക്കെ അത് വായിക്കുകയും ചെയ്തു. ഇത് ചെയ്യുന്നത് ക്രൂരതയാണ് എന്നും പറഞ്ഞു, വംശീയ ഹത്യയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു എഗ്രിമെൻ്റ് പാക്റ്റ് സൈൻ ചെയ്തു. ഈ ഒരു അബദ്ധം പറ്റിയെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് 2000 ജോൺ പോൾ 2 മാർപ്പാപ്പ കുറേ കാര്യങ്ങൾ സഭയ്ക്ക് പിഴവ് പറ്റിയതിനെപ്പറ്റി മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നാസി ഭരണകൂടത്തോടും നാസി ആശയങ്ങളോടും ആ ഭരണകാലത്ത് സഭ ചെയ്ത നിശബ്ദതയ്ക്ക് മാപ്പ്. സഭയ്ക്കൊന്ന് ആക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റിയില്ല. ആ നിശബ്ദതയ്ക്കാണ് മാർപ്പാപ്പ മാപ്പ് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.